أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ സർവശക്തനായ ഏകനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവന്റെ എല്ലാ വിധിവിലക്കുകളും പരിശുദ്ധ ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മനസ്സിലാക്കി കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തി തഖ്വ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ചു പോകാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തുൽ വാഖിഅയിലെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന 4 ആയത്തുകളാണ് നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചത്. വസ്സാബിഖൂന സാബിഖൂൻ, ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന ആദ്യമായി പ്രവേശിച്ച ആളുകൾ എന്നും മുന്നോക്കക്കാർ തന്നെയാണ്. അവർക്ക് പ്രാധാന്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. എന്താ അവരുടെ ശ്രേഷ്ഠത? ഉലൈകൽ മുഖറബൂൻ, പരമകാരുണ്യകനായ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മുഖറബീങ്ങളായ ആളുകൾ അവർ തന്നെയാണ്. ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹീതമായ സ്വർഗത്തിലായിരിക്കും അവർ. സുല്ലത്തും മിനൽ അവ്വലീൻ, അവരാരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്റെ സ്വഹാബത്തിൽപ്പെട്ട ആളുകളിൽ ഭൂരിഭാഗവും സുല്ലത്തും മിനൽ അവ്വലീൻ, അവരിൽ നല്ലൊരു വിഭാഗം ആളുകൾ ആ മുഖറബീങ്ങളാണ്, അനുഗ്രഹീതമായ സ്വർഗത്തിലാണ്. വഖലീലും മിനൽ ആഖിരീൻ, പിന്നെ അവർക്ക് ശേഷം വരുന്ന ആളുകളിൽ വളരെ കുറച്ച് ആളുകളും ആ പദവി നേടിയെടുക്കുന്നവരാണ്. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്യപ്പെട്ട 10 സ്വഹാബത്തിനെ കുറിച്ച്, അവരിൽ 5 പേരെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്തിനാണ് അവരെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ആളുകൾക്ക് ശ്രേഷ്ഠത കൽപ്പിച്ചത്? എന്ത് ശ്രേഷ്ഠതയാണ് മറ്റുള്ളവരിൽ നിന്ന് അവർക്കുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കെ തന്നെ പ്രവാചകൻ അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തത്? ആ ഒരു ശ്രേണിയിലേക്ക് നമുക്കൊക്കെ ജീവിച്ചെത്താൻ സാധിക്കുമോ? ആ പറഞ്ഞ സാബിത്യങ്ങളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുമോ? അത് വിലയിരുത്താനാണ് നമ്മൾ ആ 10 സഹാബത്തിനെ സംബന്ധിച്ച് ഒരല്പം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അവരിൽ 6ാമത്തെ ആളാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 7ാമത്തെ ആളാണ്. 7ാമതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. തന്റെ 18ാം വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്.
പ്രവാചകനുമായി ഒന്ന് കുടുംബബന്ധം പരിശോധിക്കുമ്പോൾ 2-3 തരത്തിൽ പ്രവാചകനുമായി കുടുംബബന്ധം പങ്കിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി സുബൈർ ഇബ്നുൽ അവ്വാം നബിയുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബിന്റെ പെങ്ങളായിരുന്ന, അതായത് പ്രവാചകന്റെ അമ്മായിയായിരുന്ന സൊഫിയയുടെ മകനാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയാണ് സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ ഭാര്യ. ആ നിലക്കും ബന്ധമുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദര പുത്രനാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്നാണ് ഇസ്ലാം സ്വീകരിച്ചത്. അബൂബക്കറാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ് ഇസ്ലാം സ്വീകരിക്കുവാൻ വേണ്ടി വന്നത്. പ്രവാചകൻ ദാറുൽ അർഖമിലേക്ക് രഹസ്യ പ്രബോധനവുമായി പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിയാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ നടന്ന 2 ഹിജ്റയിലും അദ്ദേഹം പങ്കെടുത്തു. അബിസീനിയയിലേക്കുള്ള ഹിജ്റയിലും മദീനയിലേക്കുള്ള ഹിജ്റയിലും ഉണ്ടായിരുന്നു. പ്രവാചകനോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. സ്ഥിരമായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 3 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ 2 ബദറിൽ വെച്ചുണ്ടായതാണ്, 1 ഉഹദിൽ വെച്ചുണ്ടായതാണ്. ആ മുറിവെപ്പോഴും അദ്ദേഹം കെട്ടിനിറക്കുമായിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് ഒരു വിരൽ പ്രവേശിപ്പിക്കാമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് ലികുല്ലി നബിയ്യിൻ ഹവാരിയുൻ വഹവാരിയ അസ്സുബൈർ. എല്ലാ പ്രവാചകന്മാർക്കും ചങ്ങാതിമാരുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സഹായികൾ, അടുത്ത സഹായി ഉണ്ടായിട്ടുണ്ട്. എന്റെ ഏറ്റവും അടുത്ത സഹായി അത് സുബൈർ ഇബ്നുൽ അവ്വാം ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മറ്റൊരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയോ പേജുകൾ നമുക്ക് എഴുതി നിറക്കാൻ കഴിയും. 30-ാം വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന 10ാമത്തെയാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. 10ാമത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. 2 ഹിജ്റയിലും പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിൽ മാത്രമായി അദ്ദേഹത്തിന് 21 മുറിവുകൾ നേരിട്ടു എന്നാണ്. സമ്പന്നനായിരുന്നു. മക്കയിൽ വെച്ചും മദീനയിൽ വെച്ചും സമ്പന്നനായിരുന്നു. പക്ഷേ സമ്പന്നനാണെങ്കിലും ലളിത ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം, മരണത്തിന് ശേഷം ഒരിക്കൽ അദ്ദേഹം നോമ്പ് തുറപ്പിക്കുകയാണ് തന്റെ വീട്ടിൽ സഹാബത്തിനെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുകയാണ്. ആ സമയത്ത് വിഭവസമൃദ്ധമായ തന്റെ ഭക്ഷണ തലികയിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം ഗദ്ഗതത്തോടെ പറയുകയാണ്, ഖുതില മുസ്അബ് ബിൻ ഉമൈർ വഹുവ ഖൈറുൻ മിന്നി. മുസ്അബ് ബിൻ ഉമൈർ കൊല്ലപ്പെട്ടു, ഉഹദിൽ വെച്ച് ഷഹീദായി. അദ്ദേഹം ഖൈറുൻ മിന്നി, എന്നേക്കാൾ ഉത്തമനായിരുന്നു. പക്ഷേ വഖുഫിന ഫീ ബുർദത്തിൻ, ഒരൊറ്റ തുണിയിലാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത്. ഇൻ ഗത്ത റഅസഹു ബദത റിജ്ലാഹു, തല മറച്ചാൽ കാലുകൾ വെളിവാകും. വഇൻ ഗത്ത റിജ്ലാഹു ബദഅ റഅസഹു, ഇനി കാലുകൾ മറച്ചാലോ അപ്പൊ തല വെളിവാകും. ആ രൂപത്തിലാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത്. വഖുതില ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായി. വഹുവ ഖൈറുൻ മിന്നി, അദ്ദേഹവും എന്നേക്കാൾ ഉത്തമനായിരുന്നു. ഫലം യൂജിദ് ലഹു മാ യുക്ഫനു ഫീഹി ഇല്ലാ ബുർദതൻ, അദ്ദേഹത്തിനും കഫൻ ചെയ്യാൻ ഒരൊറ്റ വസ്ത്രം മാത്രമേ ലഭിച്ചുള്ളൂ. സുമ്മ ബസത ലനാ മിന ദുനിയ മാ ബസത, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിൽ ഒരുപാട് വിശാലത നൽകി, നമുക്ക് അല്ലാഹു സമ്പത്ത് നൽകി, നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉയർത്തി. വഖദ് ഖശീനാ അൻ തകൂന ഹസനാതുനാ അജ്ജലത് ലനാ, ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് നമ്മുടെ നന്മകളെല്ലാം നമ്മൾ അന്ന് നേടിയെടുത്ത നന്മകളെല്ലാം
ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ ഈ സുഭിക്ഷമായ വിഭവങ്ങൾ കഴിക്കുന്നതുകൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ ഭക്ഷണത്തലികയിൽ നിന്ന് മാറിപ്പോയി എന്ന് ഒരു ചരിത്രം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത്. സമ്പത്ത് കിട്ടുമ്പോഴെല്ലാം കിട്ടുന്തോറും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു തീർക്കാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പരമാവധി പരിശ്രമിച്ചിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിലെ തന്റെ വീട്ടിലിരിക്കുകയാണ്. പുറത്തു വലിയൊരു ആരവം കേൾക്കുന്നുണ്ട്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊന്തുന്നുണ്ട്. വല്ല സൈന്യവുമായിരിക്കുമോ വരുന്നത് എന്ന് വരെ സംശയിച്ചു പോയി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ ആളുകളോട് കാര്യം തിരക്കിയപ്പോ മനസ്സിലായി. ആളുകൾ പറഞ്ഞു, റിയാറുൽ ഖദ്ദമത്തിലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മിനശ്ശാം, സിറിയയിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവട സംഘം വന്നു നിന്നതാണത്. വകാലത്ത് 700 റാഹിലത്തിൻ, അന്നത് 700 ഒട്ടകങ്ങൾ വഹിക്കുന്നത്ര കച്ചവട ചരക്കുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫഖാലത്ത് ആയിഷ, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഇപ്രകാരം പറഞ്ഞു, അമാ ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, പ്രവാചകൻ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. റഅയ്തു അബ്ദുറഹ്മാൻ യദ്ഖുലുൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹബ്വൻ, നീന്തിയിട്ടാണ് അല്ലെങ്കിൽ ഇഴഞ്ഞിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് ഞാൻ പ്രവാചകൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഫബലഗ ദാലിക അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാന്റെ ശരീരമെത്തി. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനിൽ നിന്നും താങ്കളെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു എന്ന് കേട്ടപ്പോഴേക്കും ഫഅതാഹ, ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നബി അങ്ങനെ പറഞ്ഞോ, ശരിയാണോ? ആയിഷ പറഞ്ഞു, ശരിയാണ്, ഞാനത് കേട്ടതാണ്. അല്ല, അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആയിഷ റളിയല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് പറയുന്നു, ഉസ്ഹിദുക അന്നഹാ ബിഅഹ്മാലിഹാ ഫീ സബീലില്ലാഹ്, എന്നാൽ ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു, ഞാനിപ്പോൾ ഇതാ കൊണ്ടുവന്ന ആ കച്ചവട ചരക്കുണ്ടല്ലോ അത് മുഴുവൻ ദൈവമാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഭയമാണ്. കാരണം അബ്ദുറഹ്മാൻ ഇഴഞ്ഞേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ എന്നാണ് ആ ഹദീസിന്റെ താല്പര്യം. അബ്ദുറഹ്മാനാണ് ഏറ്റവും വലിയ സമ്പന്നൻ, സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെലവഴിച്ചു തീർക്കുന്ന സംഖ്യയ്ക്ക് ഒരു കണക്കുമില്ല. എന്നിട്ടും പറയുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇഴഞ്ഞാണ് സ്വർഗത്തിൽ പ്രവേശിക്കാറ്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയമായി. അന്ന് കൊണ്ടുവന്ന ആ കച്ചവട ചരക്ക് മുഴുവനും മുസ്ലിങ്ങൾക്കിടയിൽ വീതിച്ചു തീർന്നു. ഒരിക്കൽ 40,000 ദീനാറിന്, ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ 10 ദിർഹമിന് തുല്യാണ്. അപ്പൊ 40,000 ദീനാർ സ്വർണ്ണ നാണയത്തിന് സ്വന്തം ഭൂമി വിറ്റതാണ്, സ്വന്തം സ്ഥലം വിറ്റ് കിട്ടിയ പൈസയാണ്. അത് മുഴുവൻ അദ്ദേഹം ബനൂ സുഹറക്കാർക്കിടയിലും ദരിദ്രരായ മുസ്ലിങ്ങൾക്കും പ്രവാചക പത്നിമാർക്കുമായി വീതിച്ചു നൽകുകയുണ്ടായി. അതിനെല്ലാം കാരണം പ്രവാചകന്റെ ഈ ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഈ ഹദീസാണ്. അതിൽ അദ്ദേഹം ഭയപ്പെട്ടു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരോട് പറഞ്ഞു, ഇന്നല്ലദീ യഹ്നു അലൈക്കും ബഅദീ ഹുവസ് സ്വാദിഖുൽ ബാർ, എന്റെ മരണശേഷം പ്രവാചക പത്നിമാരായ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നിങ്ങൾക്കായി ചെലവഴിക്കാൻ ആ ഒരു പുണ്യവാളനായ സത്യസന്ധനായ മനുഷ്യൻ തന്നെ ബാക്കിയുണ്ടാവുകയുള്ളൂ. അല്ലാഹുമ്മ സ്തി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മിൻ സൽസബീലിൽ ജന്ന, അതുകൊണ്ട് അല്ലാഹുവേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ നീ സ്വർഗത്തിലെ സൽസബീൽ എന്ന അരുവിയിൽ നിന്ന് നീ കുടിപ്പിക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. അതാണ് അബ്ദുറഹ്മാനിന്റെ ചരിത്രം. ഇബ്നു ഔഫിന്റെ സമ്പത്തിന്റെ കണക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എത്ര സമ്പത്ത് ശേഖരിച്ചിരുന്നു? നമ്മുടെ ആരുടെയും സമ്പത്തിന്റെ കണക്ക് നമ്മുടെ കയ്യിലില്ല. ജീവിതത്തിന്റെ ആരംഭം മുതൽ സമ്പാദിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇതുവരെയുള്ള നമ്മുടെ സമ്പത്തിന്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമ്പത്തിന്റെ കണക്ക് അദ്ദേഹത്തിന്റെ മരണശേഷം പുറത്തുവിട്ടിരുന്നു. 32 ലക്ഷം ദീനാറാണ്. 32 ലക്ഷം ദീനാർ. അതിനെ 10 കൊണ്ട് ഗുണിക്കണം, അപ്പോഴാണ് നമുക്ക് ദിർഹമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. 32 ലക്ഷം ദീനാർ സ്വർണ്ണ നാണയം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമ്പാദിച്ചു.
അത് മുഴുവനും യുദ്ധഫണ്ടിലേക്കും അടിമത്ത മോചനത്തിനും. ഒരിക്കൽ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് പ്രവാചകൻ ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് 400 ദീനാർ ഓരോ ബദറിലും, അന്ന് ജീവിച്ചിരിക്കുന്ന ബദറിൽ പങ്കെടുത്ത ബദരീകൾക്കായി 400 ദീനാർ സ്വർണ്ണ നാണയം വെച്ച് വിതരണം ചെയ്തു. ദരിദ്രർക്കിടയിൽ, പ്രവാചക പത്നിമാർക്കിടയിൽ ഇവർക്കൊക്കെ കൊടുത്ത ഓഹരി പോലത്തെ ഒരു ഓഹരി മാത്രമാണ് അദ്ദേഹം മരിച്ചപ്പോൾ ജീവിച്ചിരുന്ന 4 ഭാര്യമാർക്ക് കിട്ടിയത്. ഇവർക്കൊക്കെ കൊടുത്ത അതേപോലത്തെ ഒരു ഓഹരി. കാരണം അതെല്ലാം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആ രൂപത്തിൽ അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. ബാക്കിയെല്ലാം വീതിച്ചു നൽകാനാണ് പറഞ്ഞത്. 2 പ്രാവശ്യം അദ്ദേഹത്തിന് ഖലീഫയാക്കാൻ ശ്രമിച്ചു. ഒന്ന്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് ആദ്യത്തെ നിർദ്ദേശം വന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അന്ന് അദ്ദേഹം ആ അഭ്യർത്ഥന നിരസിച്ചു. രണ്ടാമത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടമായപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു വസിയത്ത് എഴുതി വെച്ചു. എഴുതിവെക്കാൻ ആളെ വിളിപ്പിച്ചു, എഴുതി വെച്ചു. എന്ത്? എനിക്ക് ശേഷം ഭരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനായിരിക്കണമെന്ന്. ആ എഴുത്തിൽ പങ്കെടുത്ത ആൾ വന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഔഫ്, താങ്കൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വസിയത്ത് എഴുതി വെച്ച് ഞാനാണ് എഴുതിയത്. അദ്ദേഹത്തിന്റെ മരണശേഷം ഖലീഫ താങ്കളായിരിക്കണമെന്ന്. ഉടനെ അദ്ദേഹം പ്രവാചകന്റെ റൗളയിലേക്ക് പോയി എന്നാണ്. ആ റൗളയിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇൻ കാന മിൻ തൗലിയത്തി ഉസ്മാൻ ഇയ്യായ ഹാദൽ അംർ. പടച്ചവനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹത്തിന്റെ കാലശേഷം എനിക്കാണ് ഭരണം എഴുതി വെച്ചിട്ടുള്ളത് എങ്കിൽ ഫഅമിത്നി ഖബ്ലഹു, അതിനു മുമ്പായി എന്നെ നീ മരിപ്പിക്കണമേ. ഫലം യംകുസ് ഇല്ലാ 6 അശ്ഹുരിൻ ഹത്താ മാത. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മരണപ്പെടുകയുണ്ടായി. അടുത്ത ഒരാളാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഭരണത്തോടുള്ള, അധികാരത്തോടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു താല്പര്യപ്പെട്ട് ഭരണമേറ്റതല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഭരണാധികാരിയാക്കണം എന്നാണ്. പക്ഷെ നിർബന്ധ സ്വരത്തിലാണ് ഉസ്മാൻ അത് ഏൽക്കേണ്ടി വന്നത്. അവരാരും ഭരണത്തിന് കൊതിച്ചില്ല, അധികാരത്തിന് കൊതിച്ചില്ല, അധികാരത്തിന് വടംവലി കാണിച്ചിട്ടില്ല. അടുത്ത ഒരാളാണ് സഅദ് ഇബ്നു അബീ വഖാസ്. ആ 10 ആളുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. 17-ാം വയസ്സിൽ മുസ്ലിമായതാണ്. അദ്ദേഹം മുസ്ലിമാകാൻ ഒരു കാരണമുണ്ട് എന്നാണ്. അദ്ദേഹം ഒരിക്കലൊരു സ്വപ്നം കണ്ടു. കൂരിരുട്ടുള്ള ഒരു രാത്രിയിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ പിന്നാലെ, നിലാവിന്റെ പിന്നാലെ താൻ പിന്തുടർന്നു പോകുന്നതായി. തന്റെ മുമ്പിൽ സെയ്ദ് ഇബ്നു ഹാരിസയും അലി ഇബ്നു അബീ ത്വാലിബും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും 3 ആളുകളുണ്ട്. അദ്ദേഹം അവരോട് ചോദിച്ചു, ആ സ്വപ്നം അദ്ദേഹം പിന്നീട് വിവരിക്കാൻ. ഞാൻ അവരോട് ചോദിച്ചു, മത്താ ഇൻതഹൈതും ഇലാ ഹാഹുന, നിങ്ങളെപ്പോഴാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, അസ്സാഅ, ഇപ്പൊ വന്നിട്ടുള്ളൂ, ഞങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. വബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ഇലൽ ഇസ്ലാം. രാവിലെ പ്രഭാതമായപ്പോൾ ഞാൻ കേട്ടത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകൻ ഭൂജാതനായിരിക്കുന്നു, ആ പ്രവാചകനായിരിക്കുന്നു. ആ പ്രവാചകൻ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്തഖ്ഫിയൻ, രഹസ്യമായിട്ടാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്തയാണ് ഞാൻ കേട്ടത്. ഫലഖീതുഹു, ഞാൻ പ്രവാചകനെ കാണാൻ പോയി. വഖദ് സ്വല്ലൽ അസ്റ, അന്ന് പ്രവാചകൻ വൈകുന്നേരത്തെ പ്രാർത്ഥനയിലാണ്. ഫഅംസലംതു, ഞാൻ അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. 17-ാം വയസ്സിൽ സഅദ് ഇബ്നു അബീ വഖാസ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പ്രവാചകന്റെ അമ്മാവന്മാരുടെ സ്വന്തക്കാരിൽപ്പെട്ട ആളാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു കുടുംബ ബന്ധം കൂടിയുണ്ട്. ബദറിന് മുമ്പ് മദീനയിൽ മുസ്ലിങ്ങൾ പോയി താമസിച്ച ആ സന്ദർഭത്തിൽ പ്രവാചകനും അനുയായികളും വളരെ ഭീതിയോട് കൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങൾ ഉറങ്ങാറില്ല. കാരണം മക്കയിൽ നിന്ന് ഞങ്ങൾക്ക് എപ്പോഴും ഭീഷണിയാണ്. ഇപ്പൊ വരും സൈന്യം, ഞാൻ ഈ മദീനക്കാരെ മൊത്തത്തിൽ ആക്രമിക്കാൻ വരും, ഒന്നുകിൽ മുസ്ലിങ്ങളെ ഇവിടുന്ന് തുരത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ മദീനയെ മൊത്തം ആക്രമിക്കുമെന്ന് പറഞ്ഞ് അബൂജഹലും കൂട്ടലും ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ഭയത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. അന്ന് പ്രവാചകൻ ആഗ്രഹിച്ചു എന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു എന്നാണ്, ലൈത റജുലൻ സ്വാലിഹൻ മിൻ അസ്ഹാബിഹി യഹ്രിസുനി അല്ലൈല, ഈ രാത്രിയിൽ എന്റെ അസ്ഹാബീങ്ങളിൽപ്പെട്ട ഒരാൾ വന്ന് എന്റെ വീടിനൊന്ന് കാവൽ നിന്നിരുന്നുവെങ്കിൽ എന്നുവരെ പ്രവാചകൻ ആഗ്രഹിച്ചു. കാലത്ത് ആയിഷ റളിയല്ലാഹു പറയാണ്, അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സമിഅനാ ഹസ്ഹസത സിലാഹ്, ഒരു ആയുധത്തിന്റെ ശബ്ദം, ആയുധം പരസ്പരം കൂട്ടിയിരിക്കുന്ന ശബ്ദം കേട്ടു. ഫഖാല മൻ ഹാദാ, പ്രവാചകൻ ചോദിച്ചു ആരാണത് എന്ന് ചോദിച്ചു. ഖാല സഅദ് പറഞ്ഞു, സഅദ് ഇബ്നു അബീ വഖാസ്, ഞാൻ സഅദ് ഇബ്നു അബീ വഖാസ് ആണ്. ഫഖാല ലഹു റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് ചോദിച്ചു മാ ജാഅ ബിക്, ഈ രാത്രി നീ എന്തിനിവിടെ വന്നു? ഖാല, അപ്പൊ സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു, വഖഅ ഫീ നഫ്സി ഖൗഫുൻ അലാ റസൂലില്ലാഹ്, പ്രവാചകന്റെ മേൽ ഞാൻ ഭയക്കുന്നു, പ്രവാചകൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു. ഫജിഅതു അഹ്രിസുഹു, അദ്ദേഹത്തിന് കാവൽ നിൽക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ ആശ്വാസമായി. ചരിത്രം രേഖപ്പെടുത്തുന്നത് അന്ന് നബിയും സഹാബത്തും, അന്ന് നബിയും നബിയുടെ കുടുംബക്കാരും ഊർക്കം വലിച്ചിറങ്ങിയ രാത്രിയായിരുന്നു. അന്ന് ഈ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കാവൽ നിന്ന ദിവസം. ഉഹദ് യുദ്ധത്തിലതാ സഅദ് ഇബ്നു അബീ വഖാസും ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയും, ഈ രണ്ടാളുകളാണ് പ്രവാചകന്റെ ജീവൻ സംരക്ഷിച്ചത് എന്നാണ്. ഭൗതികമായ കാരണക്കാരായിരുന്നു എന്നാണ്. കാരണം പ്രവാചകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുവരെ കിംവദന്തി ഉയർന്നിരുന്ന ഒരു സാഹചര്യമാണ് ഉഹദ് യുദ്ധം. പ്രവാചകന്റെ പല്ലുകൾ പൊട്ടി, പ്രവാചകന്റെ മുഖത്ത് മുറിവേറ്റു. ഇതെല്ലാം ചെയ്ത പ്രവാചകൻ നേരിടേണ്ടി വന്ന ആ യുദ്ധത്തിൽ ഈ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവും ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയും കൂടിയാണ് പ്രവാചകനെ സംരക്ഷിച്ചത്, ഒരു കവചമായി നിന്നത്. അന്ന് പ്രവാചകൻ സഅദിനോട് പറഞ്ഞു, ഈ സഅദ് ഇബ്നു അബീ വഖാസിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരമ്പെറിഞ്ഞാൽ അത് ലക്ഷ്യത്തിൽ കൃത്യമായി കൊള്ളുന്ന അമ്പെയ്ത്തിൽ അത്രത്തോളം പ്രമുഖനാണ് അദ്ദേഹം. പ്രവാചകൻ സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു, ഇർമി സഅദ്, സഅദേ നീ അമ്പെയ്തുകൊള്ളുക, ഫിദാക അബീ വ ഉമ്മി, എന്റെ വാപ്പയും ഉമ്മയും താങ്കൾക്ക് തണ്ടമായിരിക്കട്ടെ. സാധാരണ ഈ വാക്ക് പ്രയോഗിക്കല് സ്വഹാബത്ത് പ്രവാചകന്റെ അടുക്കലാണ് പ്രയോഗിക്കൽ. ഫിദാക അബീ വ ഉമ്മി എന്ന് സ്വഹാബത്ത് നബിയുടെ അടുക്കൽ വന്ന് പറയാറുണ്ട്. പക്ഷെ പ്രവാചകൻ ആദ്യമായിട്ടാണ് ഒരു സ്വഹാബിയുടെ മുന്നിൽ അത് പറയുന്നത്. അത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മുമ്പിലായിരുന്നു. ويقول علي رضي الله عنه, علي بن ابي طالب رضي الله عنه പറയാണ്, ما سمعت رسول الله صلى الله عليه وسلم يفده احدا بآبائه الا سعدا, പ്രവാചകൻ സഅദിന്റെ മുന്നിൽ മാത്രമാണ് ഈ വാക്ക് പ്രയോഗിച്ചത്. ഫിദാക അബീ വ ഉമ്മി, എന്റെ വാപ്പയും ഉമ്മയും നിങ്ങൾക്ക് പ്രായശ്ചിത്തമായിരിക്കട്ടെ. ഇർമി സഅദ്, സഅദേ നീ അമ്പെയ്തുകൊള്ളുക, നീ അമ്പെറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുകയാണ് ജമൽ സിഫീൻ യുദ്ധം നടക്കുന്നത്. ജമൽ സിഫീൻ യുദ്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായ കലാപമാണ്. അതിന്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. ആ ചരിത്രം മുഴുവനും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സഹാബത്തിന്റെ മേൽ സംശയിക്കുന്ന രൂപത്തിൽ ആ ചരിത്രങ്ങൾ വന്നത്. ആ ചരിത്രം നമ്മളോട് ഉദ്ധരിക്കുന്നില്ല. മറിച്ച് ജമൽ സിഫീൻ യുദ്ധങ്ങളിൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ആളുകൾ പലരും ചോദിച്ചു, കാരണം ചോദിച്ചു. ചിലർ വന്ന് ചോദിച്ചു, ഒന്നുകിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ റോൾ, താങ്കൾ എന്തുകൊണ്ടാണ് അതിൽ പങ്കെടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൻ യുഖാതില, ഇല്ല, ഞാൻ യുദ്ധം ചെയ്യുകയില്ല മഅഹും, അവരോട്. കാരണം എന്തേ? ഹത്താ യുഅതൂഹു സൈഫൻ, അത് ഒരു പ്രസിദ്ധമായ വാക്യാണ്. എല്ലാ ആളുകൾക്കും, എല്ലാ മുസ്ലിം സംഘടനകൾക്കും ഒരു ഗുണപാഠാണത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹത്താ യുഅതൂഹു സൈഫൻ, നിങ്ങൾ എന്റെ അടുക്കൽ ഒരു വാൾ കൊണ്ടുവന്നതാ, ഞാൻ യുദ്ധം ചെയ്യണോ? ഞാൻ യുദ്ധക്കളത്തിൽ ഇറങ്ങാം.
പക്ഷെ നിങ്ങൾ എനിക്കൊരു വാള് കൊണ്ടുവന്ന് തരണം. ലഹു ഐനാനി വലിസാനുൻ, ആ വാളിന് 2 കണ്ണുണ്ടാവണം, ഒരു നാക്കുണ്ടാവണം. യഖൂലു, എന്നിട്ട് ആ വാൾ എന്നോട് പറയണം, ഹാദാ മുഅ്മിനുൻ വഹാദാ കാഫിർ. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ഇന്നവർ മുഅ്മിനീങ്ങളാണ്, ഇന്നവർ കാഫിരീങ്ങളാണ് എന്ന ആ വാൾ എന്നോട് പറയണം. എങ്കിൽ മാത്രമേ ഞാൻ യുദ്ധം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു കലാപത്തിൽ ഞാൻ ഒരിക്കലും ഇടപെടില്ല, മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു കുഴപ്പത്തിൽ ഞാൻ ഒരിക്കലും ഇടപെടൂല. ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു ആണ്, മറുഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഞാനൊരു യുദ്ധം ചെയ്യണമെങ്കിൽ അത് ഞാൻ ഏത് യുദ്ധത്തിലേ പങ്കെടുക്കുള്ളൂ? മുഅ്മിനീങ്ങളും കാഫിരീങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കാം. നിങ്ങൾ എനിക്കൊരു വാള് കൊണ്ടുവന്ന് തരൂ. ആ വാളിന് 2 കണ്ണുണ്ടാകട്ടെ, ഒരു നാവുണ്ടാകട്ടെ, എന്നിട്ട് ആ വാൾ എന്നോട് സംസാരിക്കട്ടെ. ഈ യുദ്ധക്കളത്തിലുള്ള ആൾ ഇന്ന ആൾ മുഅ്മിനാണ്, ഇന്ന ആൾ കാഫിറാണെന്ന്. എങ്കിൽ ഞാൻ യുദ്ധക്കളത്തിൽ കയറുന്ന. ഇതാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന എല്ലാ മുസ്ലിം സംഘടനകൾക്കും ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒരിക്കലും നമ്മൾ അത്തരത്തിലൊരു സംഘടനത്തിലേക്ക്, ഒരു വഴക്കിലേക്ക്, നമ്മുടെ ഇതിൽ ഭിന്നിപ്പുകളുണ്ടാവും. ഭിന്നിപ്പുകൾ ഒരുപാട് സഹാബത്തിന്റെ കാലഘട്ടം മുതൽക്കേ ഭിന്നിപ്പുള്ളതാണ്. ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതാണ്. ഭിന്നിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മൾ പരസ്പരം പറയുക, നമ്മൾ പരസ്പരം മനസ്സിലാക്കുക. അതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഇനി ആരൊക്കെ ഏതൊക്കെ ഹോജ വന്ന് അതിനെതിരായിട്ട് പറഞ്ഞാലും സംസാരിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, അത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നല്ലാതെ അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ പാടില്ല അതിന്. കാരണം അങ്ങനെ ഒരു സംഭവം നമുക്കിടയിലില്ല. മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനൊരു പ്രശ്നമുണ്ടാകാൻ പാടില്ല. ഇത് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാഠമാണ്. ഹിജറ 14 മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായി. ഇറാൻ യുദ്ധം. ഇറാഖിലും ഇറാനിലും യുദ്ധം നടക്കുകയാണ്. റോം പേർഷ്യ 2 രാജ്യങ്ങളാണ്. തുല്യശക്തി, 2 വലിയ ശക്തികളാണ്. ആ ശക്തികൾ അവർ ആ രാജ്യങ്ങളിൽ ഇസ്ലാം വ്യാപിക്കുകയാണ്. ഹിജറ 16 കാലഘട്ടം. അപ്പൊ സ്വാഭാവികമായും ആ രാജ്യങ്ങൾ മുസ്ലിങ്ങളോട് യുദ്ധത്തിന് വന്നു. ഇറാഖുകാർ ഖാദിസിയയിൽ 1,00,000 പട്ടാളക്കാരെയാണ് ഒരുക്കി നിർത്തിയത് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ. അന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബീ വഖാസിനെയാണ് സൈന്യാധിപനാക്കിയത്. അന്ന് മുസ്ലിങ്ങൾക്കിടയിലുള്ളത് 30,000 പട്ടാളക്കാരാണ്. ആ 30,000 പട്ടാളക്കാരെയുമായി 1,00,000 വരുന്ന ഇറാഖി സൈന്യത്തെ ആ ഖാദിസിയയിൽ വെച്ച് പരാജയപ്പെടുത്തിയതിന്റെ പ്രധാന സൈന്യനായകൻ ആരായിരുന്നു? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. എന്തുകൊണ്ടാണ് സഅദിന് അല്ലാഹു പ്രവാചകൻ സ്വർഗം വാഗ്ദാനം ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണ് ആ ഓരോ 10 സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ സ്വർഗം വാഗ്ദാനം നൽകിയത്? അതിന്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് അവർ ചെയ്ത മഹാത്യാഗങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഉമർ റളിയല്ലാഹു അൻഹു സഅദിനെ തന്നെ നിയോഗിച്ചു. സഅദ് റളിയല്ലാഹുവിനെയാണ് നിയോഗിച്ചത്. ആ സഅദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലാണ് ആ വിജയം നേടിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴതാ പേർഷ്യക്കാരൻ യുദ്ധത്തിന് വരുന്നു. ഇതേപോലെ തന്നെ പേർഷ്യക്കാരൻ യുദ്ധത്തിന് വരികയാണ്. അതായത് ഇറാൻകാരൻ യുദ്ധത്തിന് വരികയാണ്. അന്ന് ടൈഗ്രീസ് നദി മുറിച്ച് കടന്നു പോണം, യുദ്ധത്തിന് പോകണം. ഒരു ചെറിയ പാലുണ്ട്, പക്ഷെ ആ പാലം അവർ പൊളിച്ചു കളഞ്ഞു. ആര്? ഈ പേർഷ്യക്കാർ, ഇറാൻകാർ പൊളിച്ചു കളഞ്ഞു, മുസ്ലിങ്ങൾ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ടൈഗ്രീസ് നദിയുടെ കരയിൽ വന്നു നിന്നപ്പോ അന്ന് ടൈഗ്രീസ് നദി വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ടൈഗ്രീസ് നദി കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമയം പാഴാക്കാൻ നേരമില്ല, ആലോചിച്ചു നിൽക്കാൻ നേരമില്ല. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു ആദ്യം തന്നെ സ്വന്തം കുതിരയുമായി ടൈഗ്രീസ് നദിയിലേക്ക് ചാടി. തൊട്ടുടനെ ബാക്കി എല്ലാ യോദ്ധാക്കളും ചാടി. നീന്തിത്തുടിച്ച് കരകയറുന്നത് കണ്ടപ്പോ പേർഷ്യൻ സൈന്യം പറയുകയാണ്, ഇവര് മനുഷ്യരല്ല, ഇവര് ഭ്രാന്തന്മാരാണ്, ഇവര് ഭ്രാന്തന്മാരാണ് എന്നവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാണ്. ആ ഒരു സൈനിക നീക്കത്തിലാണ് മദാഇൻ എന്ന
പേർഷ്യയുടെ തലസ്ഥാനമായ ഇറാന്റെ തലസ്ഥാനമായ മദാഇൻ പട്ടണം കീഴടങ്ങിയത്. അന്ന് കിസ്ര, കൈസർ ചക്രവർത്തിമാരൊക്കെ ഓടി രക്ഷപ്പെട്ടു എന്നാണ്. ഒരു മുസ്ലിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് ഗനീമത്ത് സ്വത്തായിട്ട് ലഭിച്ചത്, യുദ്ധാർജിത സ്വത്തായിട്ട് ലഭിച്ചത്, ഏറ്റവും കൂടുതൽ സ്വത്ത് ലഭിച്ചത് ആ ഒരു യുദ്ധത്തിലായിരുന്നു. അപ്പൊ അതാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹുവിന്റെ ചരിത്രം. ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഓരോ ആളുകളും, ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളും. 9ാമത്തെ ആളാണ് സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന 16ാമത്തെ ആളാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ 16ാമത്തെ ആളും സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബികമാരിൽ 9ാമത്തെ ആളുമാണ് സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. ഹദീസിലെ ക്രമം അങ്ങനെയാണ്. സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മ അഥവാ എളാപ്പാന്റെ മകനാണ്. ഉമർ റളിയല്ലാഹു അൻഹുമായി അവരുടെ കുടുംബ ബന്ധമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഈ സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ആത്തിക്കയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമയെയും വിവാഹം ചെയ്തു. അങ്ങനെ ഒരു ബന്ധം കാണിച്ചിട്ടുണ്ട്. ആ ബന്ധം ഓർമ്മിപ്പിക്കുന്നത് ഇനി അവരുടെ ചരിത്രം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ബന്ധത്തിന് ഒരുപാട് പ്രസക്തി, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിന് മുമ്പ് അദ്ദേഹവും പിതാവും അഥവാ ഈ സഈദ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ ബാപ്പയായ സൈദ് റളിയല്ലാഹു അൻഹുവും ഇബ്രാഹിമി മതത്തിലായിരുന്നു എന്നാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ കുറച്ചു പേര് പറഞ്ഞിട്ടില്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ, ഹനീഫിയ മതത്തിൽ, അതായത് ഇബ്രാഹിം നബിയുടെ മതത്തിൽ ജീവിച്ചിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു സൈദ് റളിയല്ലാഹു അൻഹു. ആ സൈദ് റളിയല്ലാഹുവിന്റെ മകനാണ് സഈദ് റളിയല്ലാഹു അൻഹു. ബാപ്പ സയ്യിദ് സിറിയയിലേക്ക് പോയി. എന്തിനാ പോയെന്നറിയോ? മതങ്ങളെ കുറിച്ച് പഠിക്കാൻ. ഏത് മതമാണ് നല്ലത്? അന്ന് പ്രബലമായ 2 മതങ്ങളാണ്, ജൂതമതവും ക്രിസ്തു മതവും. അതിൽ ഏത് മതമാണ് നല്ലതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയതാണ്. പോയ കൂട്ടത്തിൽ ഒരു ജൂത പുരോഹിതനെ കണ്ടു എന്നാണ്. ആ ജൂത പുരോഹിതനോട് വിവരം ചോദിച്ചു. അപ്പൊ ജൂത പുരോഹിതൻ പറഞ്ഞു, മാ അഅലമുഹു ഇല്ലാ അൻ യകൂന ഹനീഫ. ഒരു നല്ല മതം എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കണം എന്നറിയോ? അത് ഹനീഫായ മതമായിരിക്കണം, നേർക്ക് നേരെയുള്ള മതമായിരിക്കണം. കാലത്ത് അപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമൽ ഹനീഫ്, ഏതാണ് ആ നേർക്ക് നേരെയുള്ള മതം? കാല, അദ്ദേഹം പറഞ്ഞു, അത് ദീനു ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ ദീനാണത്. ലം യകുൻ യഹൂദിയൻ വലാ നസ്റാനിയൻ വലാ യഅബുദു ഇല്ലല്ലാഹ്. ഇബ്രാഹിം ഒരിക്കലും ജൂതനായിരുന്നില്ല, ക്രിസ്ത്യാനിയായിരുന്നില്ല. അദ്ദേഹം അള്ളാഹുവിനെ അല്ലാതെ ആരാധിച്ചിട്ടുമില്ല. അപ്പൊ ഇത് കേട്ടപ്പോ അദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതന്റെ അടുക്കൽ ചെന്നു എന്നാണ്. അദ്ദേഹത്തോടും ചോദിച്ചു ഏത് മതമാണ് നല്ലതെന്ന്. അദ്ദേഹവും പറഞ്ഞത് ഇതേ മറുപടിയാണ്. അപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അശ്ഹദു അന്നി അലാ ദീനി ഇബ്രാഹിം. അല്ലാഹുവേ, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, ഞാനും ഇബ്രാഹിം ഈ മതത്തിൽ തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചു എന്നാണ്. പക്ഷേ സയ്യിദ് റളിയല്ലാഹു അൻഹു അധിക നാൾ ജീവിച്ചില്ല. അദ്ദേഹം മരണമടഞ്ഞു. ആ മരണമടഞ്ഞ ഉടനെയാണ് അദ്ദേഹത്തിന്റെ മകൻ സഈദ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. ആ സഈദ് ഉടനെ ഇസ്ലാം സ്വീകരിച്ചു. കാരണം ബാപ്പാന്റെ അനുഭവം ഉള്ളതുകൊണ്ട്. അങ്ങനെയാണ് സഈദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു. മുസ്തജാബു ദഅവ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാ. മുസ്തജാബു ദഅവ, അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആള് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാ. ഒരുപാട് സംഭവങ്ങൾ അതിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ വിവരിച്ചിട്ടുമുണ്ട്. സഹോദരന്മാരെ, ഇതൊക്കെയാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സഹാബത്തിന്റെ പ്രത്യേകത. ഇനി നമുക്കും അതുപോലെ ചാവാൻ കഴിയില്ലേ? ആകാൻ കഴിയും. ആ മാതൃക പിൻപറ്റി അതുപോലെ പിൻപറ്റി ജീവിച്ചാൽ നമുക്ക്, അതാണ് പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ച് ആളുകളും അതിൽ പെടുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. അപ്പൊ അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ മാതൃക പിൻപറ്റി ജീവിക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ
കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ചരിത്രത്തിൽ ശേഷിക്കുന്ന ഒരാൾ മാത്രമാണ് 10ാമത്തെ ആൾ, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജർറാഹ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട 10ാമത്തെ സഹാബി. ആ ഹദീസിലെ 10ാമത്തെ ആളും അദ്ദേഹം തന്നെയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ എണ്ണം നോക്കുകയാണെങ്കിൽ 11ാമതാണ് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജർറാഹ് ഇസ്ലാമിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധത്തിലും പ്രവാചകനോടൊപ്പം ഏത് സമയത്തും ഉണ്ടായിരുന്ന അദ്ദേഹം സമുദായത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീനൻ വഅന്ന അമീനനാ അയ്യതുഹൽ ഉമ്മ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജർറാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ സമുദായങ്ങൾക്കും ഒരു സൂക്ഷിപ്പുകാരനുണ്ട്, ഒരു വിശ്വസ്തനായ ആളുണ്ട്. നമ്മുടെ സമുദായത്തിന്റെ വിശ്വസ്തനായ ആൾ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജർറാഹ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച വ്യക്തിയാണ്. ബദർ യുദ്ധത്തിൽ സ്വന്തം പിതാവിനെ വധിക്കേണ്ടി വന്നു. കാരണം പിതാവ് മറുവശത്തായിരുന്നു. പിതാവിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ പിതാവ് മകനെ കൊല്ലാൻ വന്നപ്പോ മകനത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു സംഭവത്തിൽ പ്രവാചകന്റെ അടുക്കൽ ചെന്നപ്പോ പ്രവാചകനോട് സലാം പറഞ്ഞപ്പോ മുഹമ്മദ് നബി സലാം മടക്കിയില്ല എന്നാണ്. സ്വന്തം ബാപ്പാനെ കൊന്ന ആള് എന്നുള്ള നിലക്ക്. പക്ഷേ ഖുർആനിൽ ആയത്ത് അവതരിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധാരണ തിരുത്തിയത്, അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങിയത്. ഉഹദിൽ പ്രവാചകന്റെ മുഖത്ത് തറച്ച വട്ടക്കണ്ണിക്കുണ്ടായിരുന്നു, ആണികൾ ഉണ്ടായിരുന്നു. അത് സ്വന്തം പല്ലുകൊണ്ട് കടിച്ചൂരിയെടുത്ത സഹാബി അദ്ദേഹമാണ് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജർറാഹ്. ഫാത്തിഹു ശാം വിജയിച്ചടക്കിയ സഹാബിയായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കാരണം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സിറിയയിലെ ഗവർണറാക്കുകയും ആ സിറിയ കംപ്ലീറ്റ് വിജയിച്ചടക്കുകയും അന്ന് ബൈത്തുൽ മുഖദ്ദസ് വിജയിച്ചടക്കുകയും ചെയ്ത സഹാബി അബൂ ഉബൈദത്ത് ഇബ്നുൽ ജർറാഹ്. ഇന്ന് ഫലസ്തീനിലെ ആ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജർറാഹ് റളിയല്ലാഹു അൻഹു ആണ് അന്ന് ആ മസ്ജിദ് അഥവാ ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ 400 ദീനാർ സ്വർണം അദ്ദേഹത്തിന് കൊടുത്തേക്കാണ്, അദ്ദേഹത്തിന്റെ ജീവിത ക്ലേശം കണ്ടുകൊണ്ട്. അത് എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ ഒരാളെയും ഏർപ്പാടാക്കി ഉമർ റളിയല്ലാഹു അൻഹു. ആ 400 ദീനാർ സ്വർണ്ണ നാണയവും അന്ന് തന്നെ അദ്ദേഹം പാവങ്ങൾക്ക്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ഫക്കീറുമാർക്ക് വിതരണം ചെയ്ത് തീർത്തു എന്നാണ്. അതാണ് ആ സഹാബത്തിന്റെ കഥ. അപ്പൊ ഇവർക്ക് എന്തുകൊണ്ടും ഈ സ്വർഗത്തിന് അവകാശികൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇവരുടെ പിന്നീടുള്ള ജീവിതം. ഇനി ഇവരെ കുറിച്ച് കുറച്ച് ചരിത്രം കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ കൂടി നമുക്ക് ആ വിഷയം അവസാനിപ്പിക്കാം. അതാണ് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം. അതായത് അവർ എങ്ങനെയാണ് അവരുടെ ജീവിതാവസാനം ഉണ്ടായത്, എങ്ങനെയാണ് അവർ മരണപ്പെട്ടത്, എങ്ങനെയാണ് അവർ ഷഹീദായത്, എവിടെ കിടന്നാണ് അവർ ഷഹീദായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും പറയാറുള്ളത് പോലെ പള്ളി പരിപാലന ഫണ്ടില് നമ്മൾ ഉദാരമായി സംഭാവന ചെയ്യുക. റബ്ബ് നമുക്കതിന് പ്രതിഫലം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.